السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ ത്വലാഖുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ വിവിധ വശങ്ങൾ ഇതിനകം നമ്മൾ പഠിച്ചിട്ടുള്ള ആയത്തുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ഇനിയും ചെന്നെത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ത്വലാഖ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് അല്ലാഹു നമുക്ക് അനുവദിച്ചതിൽ തന്നെ വെറുക്കപ്പെട്ടത് എന്നാണ് പറയാറുള്ളത്. എന്നത് പറഞ്ഞാല് ഒരു സാധാരണ ദൈനംദിന സംഭവമായി ചെയ്യേണ്ട കാര്യമല്ല, മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലക്കാണ്. നല്ല ഒരു ഉദാഹരണം തോന്നിയത് പല്ല് പറിക്കണ പോലെ. പല്ല് പറിച്ചു കളയാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പല്ല് പറിക്കുക എന്ന് പറയുന്നത് ഒരു എല്ലാവരും പോയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷെ പല്ല് വേദന ആയാൽ എന്ത് ചെയ്യും? പല മരുന്നും പ്രയോഗിച്ചു നോക്കി, ഒരു മാർഗവുമില്ല. പല്ല് വേദന ശക്തമായി തുടരുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും കാലം ചവച്ച പല്ലല്ലേ, എന്റെ സ്വന്തം പല്ലല്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആ പല്ല് പറിച്ചു കളയേണ്ടി വരും. അപ്പൊ പല്ല് പറിക്കുന്നേ എന്ത് പണിയായി ചെയ്തത്? ഇത്രയും കാലം എന്റെ വായിലുണ്ടായിരുന്ന ഒന്ന് പറിച്ചു കളയാമോ, നന്ദിയില്ല നിനക്ക് എന്നൊന്നും ചോദിച്ചിട്ട് കാര്യം. ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലോകത്ത് എന്തെല്ലാം കിട്ടിയിട്ടും കാര്യമില്ല, പല്ലുവേദന മാറാതെ എത്ര സൗകര്യം ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. ഇത് നമ്മുടെ ആന്തരാവയവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കിഡ്നി ചില ആൾക്കാർ അത് അല്ലെ ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല സർജറി ചെയ്യുന്നത്. പക്ഷെ അനിവാര്യമായൊരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് പല മതസമൂഹങ്ങളിലും ഇത്തരം ഒരു സാധ്യത തന്നെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും, വിവാഹമോചനമേ സാധ്യമല്ലാത്ത മതസമൂഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് ദുരിതം അനുഭവിക്കുകയും മറ്റ് സുഖകരമല്ലാത്ത മാർഗം തേടുകയും ചെയ്യുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതി മതമാണെന്നാണ് പറയാ. അല്ലാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് അതില് എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യത ഉണ്ടാകും. ആ കൃത്യതയിലാണ് ഒരു നിലക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത ബന്ധങ്ങളെ എന്ത് ചെയ്യണം,
മാന്യമായിട്ട് പിരിച്ചയക്കുക എന്ന രീതി അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആ നടപടിക്രമങ്ങൾ ഇന്ന് പാലിക്കപ്പെടാറുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. ത്വലാഖ് സുന്നിയ, ത്വലാഖ് ബിദഇയ്യ, രണ്ട് തരം ത്വലാഖുകൾ. സുന്നിയായ ത്വലാഖ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള റസൂലിന്റെ ചര്യയിലുള്ള ത്വലാഖ്. ബിദഇയ്യായ ത്വലാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, ഒഴിവാക്കപ്പെടേണ്ടുന്ന രീതിയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിലും ചെയ്താൽ അത് സാധുവാകും. അങ്ങനെയാണ്. ഒരാളെ കൊല്ലാൻ പാടില്ല, പക്ഷെ കൊന്നാൻ മറ്റാൾ മരിക്കും. അപ്പൊ ഒരാള് പറയാണ് കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഒരാളെ അടിക്കാൻ പാടില്ല, പക്ഷെ അടിച്ചാൽ വേദനിക്കും. അപ്പോ അടിക്കാൻ പാടില്ലാത്ത ഒരാളെ അടിച്ചാല് അത് പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്, അതിന് അയാൾക്ക് കുറ്റം കിട്ടും. പക്ഷെ അടിക്കാൻ പാടുള്ള ആളാണെങ്കിലും പാടില്ലാത്ത ആളാണെങ്കിലും ഒക്കെ അടി കിട്ടിയാൽ എന്താവും? വേദനയാവും എന്നത് സ്വാഭാവികം. അതുപോലെ തലാഖ് ചെല്ലാൻ പാടില്ലാത്ത രീതികളുണ്ട്. അങ്ങനെ ചെല്ലാൻ പാടില്ല, പക്ഷെ ചെല്ലിയാൽ എന്താവും? തലാഖ്. അതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹമോചനത്തിന്റെ വ്യത്യസ്ത രീതികൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വരും. ആർക്കെങ്കിലും കിട്ടിയോ? കുറെ കിട്ടിയോ? 8 കിട്ടിയോ? ആർക്കൊക്കെ കിട്ടിയോ? ഒന്ന് കൈവക്കൂ. പെണ്ണുങ്ങൾക്കാണ് ഇതിലൊരു പ്രത്യേക താല്പര്യം കാണുന്നത്. ആണുങ്ങളെയും കാര്യമാണ്, പെണ്ണുങ്ങളെയും കാര്യം. പെണ്ണുങ്ങളെ കാര്യം മാത്രമല്ല, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ദുനിയാവിൽ അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു കാര്യമില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും കൂടിയുള്ള കാര്യമാണ്. ഒരു വീട്ടില് ഒരാള് ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാല് ആ തലാഖ് ചൊല്ലപ്പെട്ട ആൾക്ക് മാത്രമാണോ പ്രശ്നം? അല്ല, കുടുംബം മുഴുവനുമാണ്. മക്കള് അല്ലെ, കുടുംബക്കാര്, ഇയാള് തന്നെ. അതത്ര ഒരു സുഖകരമായ ഒരു കാര്യമൊന്നുമല്ല. അപ്പോ ആണുങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലേ? ഒരാൾക്ക് പോലും. ചില കാര്യങ്ങൾ നമ്മൾ പെണ്ണുങ്ങളെ ഏൽപ്പിക്കലാണ് അല്ലെ? കിട്ടിയോ? എന്താ ഒന്ന് പറഞ്ഞു നോക്കിയിരുന്നാല് ഏതൊക്കെയാന്ന് പറയും. പിന്നെ മൂന്നാമത്തെ കുൽക്ക്, നാലാമത്തെ ഗുബർ, അഞ്ചാമത്തെ ലിഹാർ, ആറാമത്തെ ലിഹാൻ. പിന്നെ കൂടെ ഒഴില്ല. ഇതിനെ തോൽപ്പിക്കാൻ കഴിയും. ഈ പറഞ്ഞതിനെ തോൽപ്പിക്കാറുണ്ട്. എത്രണ്ണായി? യെസ്, ഓക്കെ. അപ്പൊ അതിലേക്ക് വരാം. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് കേൾക്കാത്തവർക്ക് ഒക്കെ പറയാണ്. ഒന്ന് ത്വലാഖ് തന്നെ, മറ്റൊന്ന് ഈലാ. ഈലാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? ഈലാ പറഞ്ഞതാണ്. പിന്നൊന്ന് ലിഹാർ, ലിഹാർ. മറ്റൊന്ന് ലിആൻ, ലിആൻ. അഞ്ചാമത്തെ രീതി തലാഖെ തഫ്വീസ്, തഫ്വീസ്, തഫ്വീസ്. മറ്റൊന്ന് ഖുൽദ്, ഖുൽദ് എന്നാണ്. മലയാളത്തില് ഖാ ഖൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മുബാറഅ, മുബാറഅ, മുബാറഅത്ത്. എട്ടാമത്തത് ഫസ്റ്റ്, ഫസ്റ്റ്. ഇതൊക്കെ നമ്മളെ കോടതി അംഗീകരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന മോചനങ്ങളാണ്.
ഇതിലൊക്കെ ചില കേസുകൾ കയറി വരും. ചില വക്കീലന്മാര് വേറെ നിലക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ ഒരു വിധി ഉണ്ടാവും. നമ്മുടെ കോടതിയുടെ പ്രത്യേകത, നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത, ഒരു വിധി പിന്നീട് റെഫറൻസ് ആവും. അപ്പൊ അത് ഇന്ന കോടതി ഇന്ന കേസിൽ ഇങ്ങനെ വിധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അത് എന്താണ്, പിന്നെ നിയമമായി മാറും. പിന്നീട് അതിനെയും ക്രോസ് ചെയ്ത് വീണ്ടും ഒരു നിയമനിർമ്മാണം നടക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇതിൽ ത്വലാഖ് വളരെ എന്താ പറയാ ലഘുവായി പറയുകയാണെങ്കിൽ, ത്വലാഖ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ത്വലാഖ് അതാണ് വിശദീകരിക്കുന്നത്. ഈലാവ് എന്ന് പറഞ്ഞാല് അതും നമ്മൾ പഠിച്ചു. എന്താണത്? അതായത് പിന്നെ ഞാനിനി അവളെ പോല എന്റെ അടുത്ത് വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു നിൽക്കും. അങ്ങനെ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിധി എന്തായിരുന്നു പറഞ്ഞത്? അതിന്റെ അതിര് എത്രയായിരുന്നു? 4 മാസം. 4 മാസം കഴിഞ്ഞിട്ടും ഈ ശബദം ലംഘിക്കാതിരിക്കുകയോ തിരിച്ചെടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബന്ധം മോചിപ്പിക്കപ്പെടും. ആണ് ഈലാവ്. മറ്റൊന്ന് വിഹാർ. വിഹാർ എന്ന് പറഞ്ഞാൽ നീ എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണെന്ന് പറയാം. നിന്റെ ഉമ്മനെ പോലെയാണെന്ന് പറയല. അത് പാടില്ലാത്തതാണ്, അത് നിരോധിച്ചതാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയാൽ അത് ലംഘിക്കണം. അത് ലംഘിച്ചിട്ട് പ്രായശ്ചിത്തം കൊടുക്കണം. അത് ലംഘനത്തിന്റെ പ്രായശ്ചിത്തം ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക, അല്ലെങ്കിൽ 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. ആയിട്ടില്ല. അതേപോലെ ലിയാനാണ് 4ാമത്തത്. അതെന്താന്ന് ചോദിച്ചാൽ, ഭാര്യയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ സാക്ഷികളില്ലെങ്കിൽ അവര് ശാപപ്രാർത്ഥന നടത്തി പിരിയണം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് ലിയാൻ എന്ന് പറയുന്നത്. പിന്നെ അവര് തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. സാധാരണ നിലക്ക് സൂറത്തുൽ നൂറിൽ പറയുന്നു, ഒരാളെ കുറിച്ച് വ്യഭിചാരം ആരോപിച്ചാൽ 4 സാക്ഷികളെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാത്ത ഒരാൾ ആരോപിക്കുകയാണെങ്കിൽ അയാൾക്ക് 80 അടിയാണ്, സമാനീന ജൽദ. അപ്പൊ സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയാത്ത ആളെ കുറിച്ച് വ്യഭിചാരം ആരോപിക്കരുത്. അപ്പൊ അത് സമൂഹത്തില് ഫിത്ന വ്യാപിക്കാതിരിക്കാനുള്ള ഒരു നിയമമാണ്. ആരും ആരെ പറ്റി എന്തും പറയാം എന്ന് പറയാൻ ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാക്ഷികളില്ലെങ്കിൽ പിന്നെ ഒരാൾ വേറൊരാളെ പറ്റിയിട്ട് ഇനിയിപ്പോ നേർക്ക് നേരെ കണ്ട കാര്യമാണെങ്കിൽ പോലും പറയാൻ പാടില്ല. ഒരാൾ യാദൃശ്ചികമായിട്ട് കണ്ടുപോയി വ്യഭിചാരം, പക്ഷേ കൂടെ 3 ആളെ കൂട്ടി സാക്ഷിനെ ഹാജരാക്കാൻ പറ്റൂലെങ്കിൽ പറയരുത്. അങ്ങനെ പറയാതിരുന്നാൽ ഈ വ്യഭിചാരിക്കും കുറ്റമില്ല എന്നല്ല, കുറ്റം പരലോകത്ത് നിന്നാണ്, ഇവിടുന്നില്ല. മനസ്സിലായി? അത് നമ്മളുടെ നിയമവ്യവസ്ഥ മുഴുവനും ദുനിയാവിൽ മാത്രം നിൽക്കുന്ന കേസല്ല. അപ്പൊ വ്യഭിചാരിക്കും കുറ്റമുണ്ട്, അത് പരലോകത്താണ്. ഇവിടെ കുറ്റമുള്ളത് 4 സാക്ഷികൾ കാണുന്ന രീതിയിൽ ഉള്ള വ്യഭിചാരത്തിനാണ്. അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാവും. ശരീരത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ വ്യഭിചാരി എറിഞ്ഞുമില്ല, കട്ടോന്റെ കൈവിട്ട് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് വ്യഭിചാരിക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ 4 ആളുകൾ സാക്ഷി വേണം. വെറുതെ കണ്ടാൽ പോരാ, ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നൊന്നും പറഞ്ഞാൽ പോരാ. അപ്പൊ അങ്ങനെ 4 ആളുകൾ കാണുക ഇത് ഒരാൾ ഈ ഒരു നീചവൃത്തിയിൽ ഏർപ്പെട്ടാൽ എന്ന് നിൽക്കണം. പക്ഷെ ഇത് വേറെ ഒരാളാണെങ്കിൽ അത് മിണ്ടാതിരിക്കാം. പക്ഷെ ഒരാൾ സ്വന്തം ഭാര്യയെ അങ്ങനെ കണ്ടാലോ, അതാണ് പ്രശ്നം. ഉണ്ടാകാൻ പറ്റുമോ? സാക്ഷിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വന്നാൽ അയാൾ ഖാദിയുടെ മുമ്പാകെ എന്ത് ചെയ്യണം? വിവരം പറയുമ്പോ അവൾ അത് നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളത് ലിആനാണ്. അപ്പൊ എന്താണ് ചെയ്യാ? ഇയാള്
സ്വന്തം സത്യം ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് കളവാണെങ്കിൽ എന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവൾ ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും എന്ത് ചെയ്യണം? അതേ പ്രാർത്ഥന അവളും നിർവഹിക്കണം. അങ്ങനെ ചെയ്തതോടുകൂടി പിന്നെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇവർ തമ്മിൽ ആരോപിക്കാനും പാടില്ല. ഒരു ബന്ധം മുറിഞ്ഞു. പിന്നെ ആ പെണ്ണിനെ കുറിച്ച് അയാളോ ആണിനെ കുറിച്ചോ അവളോ പറയാൻ പാടില്ല. അതാണ് ധ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞ ത്വലാഖ് തഫ്വീസ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ത്വലാഖ് ചെല്ലാനുള്ള അധികാരം മറ്റൊരാളെ ഏൽപ്പിക്കുക. ഒന്നുകിൽ ഭാര്യനെ തന്നെ ഏൽപ്പിക്കുക. എനിക്ക് വേണ്ടപ്പോ പിന്നെ എന്താക്കിക്കോ ത്വലാഖായിക്കോ എന്ന് പറയാം. അപ്പൊ പിന്നെ അതിന്റെ പവർ വളർത്തേക്ക്. അതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ ഏൽപ്പിച്ച സമയത്ത് മാത്രമുള്ള അധികാരമാണെന്ന് പറയുന്നത്. അപ്പൊ അന്നേരം അത് തെരഞ്ഞെടുത്തില്ലല്ലോ. ആണെങ്കിൽ തലാഖാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ചെയ്തില്ല. പിന്നെ അത് സ്വാഭാവികമായിട്ടും ബന്ധം തുടരുമ്പോ ഇല്ലാതാവും എന്ന് പറഞ്ഞവരുണ്ട്. അതേ സമയത്ത് നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികാരം അവർക്ക് തന്നെയാണ് തിരിച്ചു പറയുന്നത് വരെ എന്ന് പറയുന്നത്. ഭാര്യക്കാണ്. അതേ സമയത്ത് നിക്കാഹിന്റെ വേളയിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാം. അതായത് ഇനി വേണ്ടാത്തപ്പോ ഒഴിവാക്കിക്കൊണ്ടേ എന്ന് പറയാം. ഉള്ള അധികാരം അവിടെ ഏൽപ്പിക്കും. മറ്റൊന്നാണ് ഖുൽഅ് എന്ന് പറയുന്നത്. അവൾ അവനോട് തലാഖ് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അവന് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് ഇത്ര പൈസ വേണം, നല്ല ചെല്ലും എന്നൊക്കെ പറയാം. അത് കാരണം അവളുടെ ആവശ്യമാണ് എന്നത്. ഇനി മുബാറക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ പരസ്പര ധാരണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ ഇത് ശരിയാവില്ല, അപ്പൊ മധ്യസ്ഥം മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം എന്ന് ധാരണയിൽ രണ്ടാളും കൂടി. അപ്പൊ ഒരാളെ തലാഖ് ചെല്ലുന്നതിന് പറയാൻ പറ്റില്ല. രണ്ടാളും കൂടെ ജീവിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. പിന്നെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കരാർ ദുർബലപ്പെടുത്തൽ എന്നാണ്. ഫസ്റ്റ് ചെയ്യുന്നത് വിവാഹ കരാർ ദുർബലപ്പെടുത്തൽ. ആ ദുർബലപ്പെടുത്തൽ പുരുഷന് ചെയ്യാവുന്ന ഫസ്റ്റുകളുണ്ട്, സ്ത്രീക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് ഉണ്ട്, വലിയന് ചെയ്യാവുന്ന ഫസ്റ്റ് ഉണ്ട്. അതൊക്കെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് കണിശമായ നിബന്ധനകളോട് കൂടിയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോ ഇവളവിടെ പെട്ടുപോയി, ഇവള് കുടുങ്ങി. അപ്പൊ അവൾക്ക് ഒരു ഫസ്റ്റ് ചെയ്യാനോ അത്തരമൊരു സംഗതികളിലേക്ക് പോകാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വിധം അവൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ വലിയന് എന്ത് ചെയ്യാം, എന്റെ മോളെ ഇങ്ങനെ ഉള്ള ഒരു പ്രതിസന്ധിയിലാണുള്ളത്, അതുകൊണ്ട് ഈ വിവാഹ കരാർ റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് ഖാദിയെ സമീപിക്കുക. അതിന്റെ പ്രത്യേകത ഇതൊക്കെ നിശ്ചയിക്കുക ആരാണ്? ന്യായാധിപനാണ്, അല്ലാണ്ട് സ്വന്തം ഉള്ള പരിപാടിയല്ല. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ന്യായാധിപൻ. പിന്നെ ഇവനെ കാണാതാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും അവൾക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട സംഗതികളാണ് ഇതൊക്കെ. അതൊന്നുമല്ല, ലിവിംഗ് ടുഗദറിൽ കരാറില്ല, ബാധ്യതയില്ല, വിവാഹമോചന ശേഷം ആനുകൂല്യങ്ങളില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. മൂത്ത മാരേജ് ഇല്ല. അത് പിന്നെ എന്താ പറയാ, പണ്ട് നിലനിന്ന ഒരു അനാചാരമാണ്. അതായത് ചടങ്ങ് വിവാഹം, താൽക്കാലിക വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്പ്രദായം ജാഹിലിയ ആളുകളിൽ ഉണ്ടായിരുന്നു. ഈ ചടങ്ങ് വിവാഹം എന്ന് പറയുന്നത് തലാഖ് 3 കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരാൾ വിവാഹം ചെയ്ത് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഒഴിവാക്കണം. അപ്പൊ അതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്ക് തിരിച്ചെടുക്കാൻ തോന്നിയാൽ അയാള് വേറൊരാളോട് പറയാ, നിങ്ങളൊന്നും ഓളെ കല്യാണം കഴിച്ച് ഒഴിവായി തരി. അപ്പൊ അയാൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാണ്, ചടങ്ങായിട്ട് കല്യാണം കഴിക്കും. അത് ചടങ്ങ് വിവാഹം, അത് വ്യഭിചാരം തന്നെയാണ്.
അങ്ങനെ പാടില്ല. താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ ഈ അറബികൾ പൊതുവില് യാത്രക്കാരും കച്ചവടക്കാരും ഒക്കെ ആണല്ലോ. അപ്പൊ അവര് പല രാജ്യങ്ങളിലും പോകും, കച്ചവടത്തിന് വേണ്ടി പോകുമ്പോ അവിടെ ചിലപ്പോൾ 6 മാസമോ 1 കൊല്ലമൊക്കെ താമസിക്കും. അപ്പൊ അവിടെ ഒരു കല്യാണം കഴിക്കാം, എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോരാൻ നേരത്ത് തലാഖിലേക്ക് പോരും. അത് താൽക്കാലിക വിവാഹം. അതും യഥാർത്ഥത്തില് വ്യഭിചാരമാണ്. അതൊരു കല്യാണം കഴിക്കുമ്പോ ഒഴിവാക്കാനല്ല കല്യാണം കഴിക്കട്ടെ. ആ വിവാഹം എന്തിനാണ്? അത് വളരെ പവിത്രമായ പരിശുദ്ധമായ ഒരു കാര്യമാണ്. ഈ ത്വലാഖിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും യഥാർത്ഥത്തിൽ ത്വലാഖിന്റെ നിയമങ്ങൾ ത്വലാഖ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ത്വലാഖിലേക്ക് ഒരാൾ എത്തുന്ന ഒരു ഘട്ടങ്ങൾ, അതിന്റെ ക്രമം പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെ ത്വലാഖ് വേണ്ട എന്നാണ് അത് പഠിപ്പിക്കുന്നത്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ സാധ്യമല്ല എന്ന് വരുമ്പോഴാണ് അതിലേക്ക് ഒരാൾക്ക് നീങ്ങാൻ പറ്റുക. അപ്പൊ ഇത് വാക്കാൽ വേണ്ട ഒരു കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. പ്രത്യേകമായി ഖുർആനിൽ വന്നിട്ടുള്ള 3 വാക്കുകൾ ആണ് ത്വലാഖിൻ്റെതായിട്ടുള്ളത്. ഒന്ന് ത്വലാഖ്, ഒന്ന് ഫിറാഖ്, ഒന്ന് സിറാഖ്. ഈ 3 വാക്കുകൾ ഒരാൾ പറഞ്ഞാൽ ആ 3-ൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് അയാൾ ഭാര്യയോട് പറഞ്ഞാൽ അതിന് നിയ്യത്തൊന്നും വേണ്ട. ആ പറഞ്ഞാൽ തന്നെ ത്വലാഖ്. മനസ്സിലാക്കണം. ഒരാൾ ത്വലാഖ് അല്ലെങ്കിൽ ഫിറാഖ് അല്ലെങ്കിൽ സിറാഖ് 3ഉം, ഒന്ന് ത്വലാഖ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഫിറാഖ് എന്ന് പറഞ്ഞാൽ വേർപിരിയൽ, സിറാഖ് എന്ന് പറഞ്ഞാൽ പിരിച്ചയക്കൽ. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചിരുന്നു, നിങ്ങൾ അവരെ നല്ല നിലയിൽ എന്ത് ചെയ്യണം? പിരിച്ചയക്കണം. അപ്പൊ ഒരാൾ അയാളുടെ ഭാര്യയോട് തലാഖ് ചെയ്തു എന്നോ ഫിറാഖ് ചെയ്തു എന്നോ സിറാഖ് ചെയ്തു എന്നോ പറഞ്ഞാൽ അത് തമാശയായിട്ട് പറഞ്ഞാലും കള്ളു പിടിച്ചിട്ട് പറഞ്ഞാലും ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞാലും നിയ്യത്തില്ലാണ്ട് പറഞ്ഞാലും ഒക്കെ തലാഖാണ്. ഒരാൾ കയ്യും കാലം കെട്ടിയിട്ടിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ നിർബന്ധിച്ചിട്ടോ കള്ളു കുടിപ്പിച്ചിട്ട് ലഹരി ബാധിച്ചതാണെങ്കിൽ അത് തലാഖാവൂല. അവനാൻ തന്നെ തീരുമാനിച്ച് കള്ളു കുടിച്ചിട്ട് ബോധം പോയിട്ട് പറഞ്ഞാണെങ്കിൽ തലാഖാവും. കാരണം അയാളുടെ ബോധത്തെ അയാൾ തന്നെയാണ് നശിപ്പിച്ചത് എന്നതാണ് അതിന്റെ കിട്ടുന്നത്. അപ്പൊ കള്ളുടിച്ച് വന്നപ്പോ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. കള്ള അവൻ തന്നെ കുടിച്ചതാണെങ്കിൽ അത് നിയമമുണ്ട്. അല്ല, ഒരാളെ നിർബന്ധിച്ച് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടോ മദ്യം കൊടുത്തിട്ടോ ലഹരി ബാധിച്ചതാണെങ്കിൽ അയാൾക്ക് കോടതി ഉതിർ കൊടുക്കും. ഇനി ഇങ്ങനെയല്ലാത്ത വാക്കുകളും ഉപയോഗിക്കും. ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പക്ഷെ നിയ്യത്ത് പ്രധാനമാണ്. ഇങ്ങനെ അല്ലാത്ത വാക്കുകളും തലാഖല്ല. നീ എന്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് നീ വേണ്ട, എന്നെ പിരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഇന്നു മുതൽ നീ ഹറാമാണ്, ഇങ്ങനെയുള്ള വാക്കുകളും ത്വലാഖിന് ഉപയോഗിക്കാം. പക്ഷേ അത് ത്വലാഖ് നിയ്യത്ത് ചെയ്തിട്ട് പറഞ്ഞാലേ ആവുള്ളൂ. അല്ലെങ്കിൽ ഈ വീട് പോയിക്കോന്ന് അറിയുന്നവരൊക്കെ തലാഖായാലുള്ള കഥ എന്തായിരുന്നു? എനിക്ക് എന്നെ കാണാനെ വേണ്ട, എന്റെ അടുത്ത് ഇനി വരണ്ട, ഞാൻ നീ തമ്മിൽ ബന്ധമല്ല, നീ പിരിഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പക്ഷേ തലാഖിന്റെ നിയ്യത്തോട് കൂടിയിട്ടാണെങ്കിൽ തലാഖ്, ഇല്ലെങ്കിൽ ആവൂല. പക്ഷെ നേരത്തെ പറഞ്ഞ വാക്കുകൾ നിയ്യത്തുണ്ടോ ഇല്ലേ, ബോധമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും പ്രധാനമല്ല, അത് തലാഖ്. അപ്പോൾ ഒരു തലാഖ് എന്നതാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമം? ആദ്യം തന്നെ തലാഖ് അല്ലല്ല. രണ്ടാളുകൾ തമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ ചെല്ലുന്നതിനാണല്ലോ തലാഖ് എന്ന് പറയാം. പുരുഷന്റെ അധികാരമാണ് തലാഖ്. അപ്പൊ അവളെ അടുത്ത് ഒരു തകരാറ് കണ്ടാൽ, യോജിക്കാൻ പറ്റാത്തൊരു കാര്യം കണ്ടാൽ
ആദ്യം ചെയ്യേണ്ടത് മാന്യമായ നിലയിൽ സ്നേഹപൂർവമുള്ള ഉപദേശമാണ്. അതിലൂടെ നേരാവണില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കുക എന്നാണ്. അപ്പൊ അതൊരു വല്ലാത്ത സ്വർഗ നിസാദിലാണല്ലോ, അതൊരു വല്ലാത്ത പ്രയാസവും എന്നെ മുദ്രയ്ക്ക് വേണ്ടല്ലോ എന്നുള്ളൊരു തോന്നലോ. അപ്പൊ അതൊരു അങ്ങനെ അവൾക്ക് മാറാനുള്ള അവസരമാണ്. അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ ചിലതൊരു സൗകര്യമായിട്ട് എടുത്ത് അപ്പോ മാറൂലല്ലോ. അപ്പൊ അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ മുറിവ് പറ്റാത്ത വിധം, മുഖത്തല്ലാത്ത വിധം അടിക്കാന്ന് പറഞ്ഞാൽ എന്തല്ലോ എടുത്തുകൊണ്ടൊന്ന് തല്ലലോ ആകെ അതൊന്നല്ല. മനുഷ്യൻ ദേഷ്യം പിടിച്ച ആദ്യം തല്ല എവിടെയാണ്? മുഖത്താണ്. അങ്ങനെ അടിക്കരുത്, മുഖത്തടിക്കരുത്. പിന്നെ മുറിവ് പറ്റുന്ന രീതിയിലോ അടയാളം വരുന്ന രീതിയിലോ ഒന്നും തല്ലരുത്. അപ്പൊ എന്താ കാര്യം ചോദിച്ചാൽ, ഇത് നമുക്ക് മനസ്സിലാവാത്തത്, നമ്മൾ വളരെ നല്ല ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മള് കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുട്ടികളെ നമ്മള് തമാശയില് ചിലപ്പോ അടിക്കും, വേദന ആയാൽ പോലും കുട്ടി അതന്നെ സഹിക്കും. അതേസമയം നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന അവസരത്തിൽ മെല്ലെ അടിച്ചാലും കൈ ഓങ്ങിയാൽ പോലും അവൻക്കറിയും, സങ്കടം വരും. അപ്പൊ അടിന്റെ പവറുകൊണ്ടല്ല, അതിനേക്കാൾ വലിയ അടി ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതാണ് അടിന്റെ പ്രത്യേകത. അപ്പൊ എന്നെ ഇയാൾക്ക് അടിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന വിധം മാനസികമായിട്ട് അവൾക്കത് ഇങ്ങനെ ആയല്ലോ എന്ന് തോന്നണം എന്നാണ്. അപ്പൊ അതിനെ കൊണ്ടാണ്. അപ്പം ഒരു നോട്ടം ചെറുതായി പഴച്ചാൽ പോലും സങ്കടം വരുന്ന ബന്ധത്തിനിടയിൽ പറഞ്ഞാൽ കേൾക്കാത്തതിന് തല്ലിട്ടേണ്ടി വന്നു എന്ന് പറയുന്നത് തിരുത്താനുള്ള ഒരു സാഹചര്യം എന്ന നിലക്കാണ്. അതല്ലാതെ അടയാളം വരാൻ, മർദ്ദിക്കാൻ ഉള്ള ഒരു കാര്യമല്ല. പിന്നെ കുടുംബത്തിൽ നിന്ന് അപ്പൊ പുറത്തേക്ക് കടന്നു വന്നു മധ്യസ്ഥന്മാരെ ഇടപെടിപ്പിക്കുക. മാന്യന്മാരായ, സത്യസന്ധരായ, വൃത്തിയുള്ള ആൾക്കാരെ ഇടപെടിക്കുക. അത് പ്രത്യേകം പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇല്ലെങ്കിൽ ഓലെന്നെ എന്താക്കൂ, ഇതൊന്നും നല്ലവർക്ക് പോകാനൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിലും അവർ തന്നെ ഇതിൽ ഇടപെട്ടിട്ട് പിന്നെ അവരുടെ ഈഗോ വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞത് പോലെ എന്ന നിലക്ക് വരും. ഇവർ തമ്മിൽ വീണ്ടും നന്നാവാൻ മെനക്കിടുമ്പോഴും അയാളൊരു പ്രശ്നമായിട്ട് തീർക്കും. കാരണം അങ്ങനെ ഉണ്ടാവണ്ട എന്നുള്ള നില. അപ്പൊ നല്ല ആളെ മാത്രമേ ഇടപെടിപ്പിക്കാൻ പാടുള്ളൂ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ തമ്മിലുള്ള ബന്ധം നന്നാവുന്നില്ലെങ്കിൽ അവളുടെ ശുദ്ധികാലത്ത് ഒരു ത്വലാഖ് എപ്പോഴെങ്കിലും ചെല്ലലല്ല, ഒരു അശുദ്ധി കഴിഞ്ഞ് ശുദ്ധിയായി, ഹൈദ് കഴിഞ്ഞ് ശുദ്ധിയായി ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തലാഖ്. അതാണ് അനുവദിക്കപ്പെട്ട സാധനം. ശുദ്ധിയായതിനു ശേഷം പരസ്പരം ബന്ധപ്പെട്ടതിന് ശേഷം തന്നെ ചെല്ലരുത്. പിന്നെ അടുത്ത ശുദ്ധികാലത്താണ് ചെല്ലുന്നത്. അപ്പൊ എപ്പോഴാണ്? ശുദ്ധികാലത്ത് ആണ് തലാഖ്. പക്ഷെ ഒരുത്തൻ ഇതൊന്നും നോക്കാണ്ട് തലാഖ് ഇല്ലാൽ എന്താവും? തലാഖ് സാധുവാകും. തലാഖ് തന്നെയാണ്. പക്ഷെ അതിന് അയാൾക്ക് കുറ്റം കിട്ടും. കാരണം ചെയ്യാൻ പറ്റാത്തൊരു പണിയാണ് അയാൾ ചെയ്തത് എന്നല്ല. ഇപ്പൊ ഓളെ ശുദ്ധികാലാണോ അല്ലെന്നൊന്നും അറിയുന്നവർക്കായിരിക്കുമല്ലോ ഉണ്ടാവുക. ആദ്യം തന്നെ മുമ്പിൽ എന്തായിട്ടുണ്ടാവും? വേർപിരിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രക്ഷിതാക്കൾക്ക് വലിയ ഒരു പങ്കുണ്ട്. ഓളെ വിളിച്ച് സങ്കടം പറയുമ്പോൾ ഉടനെ വാപ്പറിഞ്ഞു പോയി, ഇതിനെ നമ്മളെ ഇയാളെങ്ങനെ വെറുതെ കഷ്ടപ്പെട്ട എന്നെ ഞാൻ നോക്കിക്കൊളഞ്ഞു പോയി, എനിക്ക് ഒന്നാം തരാനൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഉമ്മമാര് പറയും, നീ അവിടെ സഹിച്ചു നിൽക്കൊന്നും വേണ്ട, പോയി വരുമ്പോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ നിർത്തോ, കയ്യെങ്കിലെ തള്ളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് പോകും, ബാക്കി നമുക്ക് നോക്കാം എന്ന് പറയും. അതൊക്കെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഈ അർശു കുലുങ്ങും എന്ന് പറഞ്ഞാല് ഈ ചൊല്ലുന്നൊരു വാക്ക് മാത്രമല്ല, ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. കാരണം ബന്ധങ്ങൾക്കിടയിൽ വമ്പിച്ച തോതിലുള്ള തന്നിഷ്ടവും
പൈശാചികതയും വന്നു ചേരുന്നതുകൊണ്ടാണ് അത് വലിയ കടുപ്പുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു ത്വലാഖാണ് അപ്പോൾ ചൊല്ലേണ്ടത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പാടില്ല. പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് പാടില്ലെങ്കിലും അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ 3 ആവും എന്നാണ്. 3 ആവൂല, 1 ആവുള്ളൂ എന്ന് പറഞ്ഞ പ്രബലമായ അഭിപ്രായം ഉണ്ട്. അതേ സമയത്ത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് 3 ആവും എന്നാണ്. അങ്ങനെ പാടില്ല. 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി പറയാൻ പാടില്ല. 1 പാടുള്ളൂ. ഒരിക്കലും ഒന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. ത്വലാഖ് മാത്രം പറഞ്ഞതെങ്കിൽ അത് 1 കൂട്ടുക. അതേ സമയത്ത് 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആവും. 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ആവും. അങ്ങനെ ആവൂല. ഒരു സമയം പറയുന്നത് ഒരു തവണ എന്ന നിലക്കാണ് കൂട്ടുക എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം ആളുകളും 3 ഒന്നിച്ച് ചെല്ലിയാൽ തന്നെ 3 ആവും എന്ന് മനസ്സിലാക്കുന്നവരാണ്. എന്തായാലും ദീനിയായി വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഒരു തലാഖ് ചൊല്ലലാണ്. അങ്ങനെ ഒരു തലാഖ് ചൊല്ലിയാൽ അവൾ താമസിക്കേണ്ടത് അവന്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഭക്ഷണം, വസ്ത്രം പോലുള്ള സംഗതികളെല്ലാം ആ യുദ്ധകാലത്ത് എന്ത് ചെയ്യണം? അവൾക്ക് കൊടുക്കാൻ ഇവൻ ബാധ്യസ്ഥനാണ്. താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, സംഗതികളൊക്കെ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരുപാട് നടപടിക്രമം കഴിഞ്ഞ് ശുദ്ധികാലത്ത് തലാഖ് ചൊല്ലി അവന്റെ വീട്ടിൽ അവൾ കഴിയുക. അങ്ങനെയുള്ള ഇദ്ദയിൽ അവൾക്ക് അലങ്കാരങ്ങൾ അണിയാം. മരിച്ച് കഴിഞ്ഞാൽ ഇദ്ദരിക്കണ പോലല്ല. കാരണം ഈ ഇദ്ദയുടെ കാര്യം തന്നെ എന്താണ്? ഇവന് വീണ്ടും വിചാരം ഉണ്ടാകാം എന്നാണ്. അപ്പൊ ഇവൾ ഒരു കാണാൻ കോലല്ലാത്ത ഒരു കോലത്തിൽ എവിടോ പോയിട്ട് ഇരിക്കല്ല. ഇവൾക്ക് വീട്ടിനകത്ത് നല്ല നിലക്ക് തന്നെ. അപ്പൊ ആ ഇരിക്കുന്ന സമയം 3 ശുദ്ധികാലമാണ്. 3 ശുദ്ധികാലം അവൾ അവന്റെ വീട്ടിൽ കഴിയാൻ. ഓരോ അടുത്ത് തന്നെയാണ്, ഓരോ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇവള് യുദ്ധകാലത്ത് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബന്ധമാണ്. കാരണം അന്യാണോ എന്ന് വെച്ചാൽ അന്യല്ല, എന്നാ ഭാര്യ അതുമല്ല. ഇങ്ങനത്തെ ഒരു ബന്ധമാണ്. അപ്പൊ അവളെ സമീപിച്ചാൽ അതോടുകൂടിയിട്ട് തലാഖ് ക്യാൻസൽ ആയി. അപ്പോ ഇല്ലെങ്കിൽ ഈ ശുദ്ധികാലം കഴിയുന്നതോടുകൂടി ഒരു തലാഖായി. ഒരു തലാഖായി എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അത് തമ്മിലുള്ള വിവാഹ ബന്ധം വേർപെട്ടു. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ നല്ല നിലക്ക് പിരിച്ചയക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ മഹറേതായാലും എത്തുന്നത്. പിന്നെ നിങ്ങൾ വാങ്ങിക്കൊടുത്ത എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തിരിച്ചു വയ്ക്കുക. അത് അവൾക്ക് കൊടുത്തു കഴിഞ്ഞ സാധനം. അതിന്റെ പുറമെ അവൾ പോകുമ്പോൾ അവളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും സംഗതികളൊക്കെ കൊടുക്കണം. അതാണ് മത്താവ്. ഇന്ന് മത്താവും തലതിരിഞ്ഞു. കോടതിയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഇവന്റെ വീട് വിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. വീട് വിറ്റിട്ടൊന്നും മതിയാവില്ല. പള്ളിയിൽ പിന്നെയും പിരിവെടുക്കേണ്ടി വരും. അങ്ങനെ പിടിച്ചു പറിച്ചു വാങ്ങുന്നതല്ല മത്താവ്. മത്താവ് എന്ന് പറയുന്നത് ഇവൻ അവൾക്ക് കൊടുക്കുന്ന സാധനം. അപ്പൊ അവൾ എന്ത് ചെയ്യുന്നു? ഇനി ഇവൾ ഗർഭിണിയാണെന്ന് വെക്കുക. അപ്പൊ പ്രസവത്തോടുകൂടി ഇത്ത കഴിയും. പ്രസവത്തോടുകൂടിയല്ല ഇത്ത കഴിയാ, പൂർണ്ണമായ പ്രസവത്തോടെ ഇത്ത കഴിയും. അല്ല, പൂർണ്ണമായ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ? 2 കുട്ടിയുണ്ട്, ഇരട്ട കുട്ടികളാണ്. അപ്പൊ ആദ്യ കുട്ടീനെ പ്രസവിച്ചു. രണ്ടാമത്തെ കുട്ടീനെ പ്രസവിക്കാൻ കുറഞ്ഞൊരു സമയം വ്യത്യാസം ഉണ്ടാവും. ആ രണ്ടാമത്തെ കുട്ടിനെയും പ്രസവിച്ചു കഴിഞ്ഞാലാണ് ഇത്ത കഴിയുന്നത്. അതെന്താ? ഒന്നാമത്തെ കുട്ടീനെ പ്രസവിച്ച ഉടനെ ഇത്ത കഴിഞ്ഞാൽ കുഴപ്പം? അത് കഴിയൂല, കുഴപ്പമുണ്ടായിട്ടില്ല. പൂർണ്ണമായും പ്രസവിക്കുക. നിയമത്തിന്റെ ഒരു സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. 3 കഴിയണം. 4 കുട്ടികളാണ് ഗർഭപാത്രത്തിൽ, 4 പ്രസവിച്ച് കഴിയണം.
അതെന്താന്ന് വെച്ചാല് ഈ പെണ്ണ് ഇരിക്കുന്നതിനിടയിൽ ഒരു തലാക്കായിട്ട് അപ്പോൾ ഇരിക്കുകയാണ്, അതിനിടയിൽ ഇവൻ മരിച്ചാൽ ഇവന്റെ സ്വത്തിൽ ഇവൾക്ക് അവകാശമുണ്ട്. ഇരിക്കുന്നതിനിടയിൽ ഇവൾ മരിച്ചാൽ ഇവളുടെ സ്വത്തിൽ ഇവനും അവകാശമുണ്ട്. തലാക്ക് ചൊല്ലിയിട്ട് ഇരിക്കുന്ന കാലത്ത് അവൾ മരിച്ചുപോയാൽ, തീരുന്നതിന് മുമ്പെയാണ് മരിച്ചതെങ്കിൽ അവളുടെ സ്വത്തിൽ ഇവൻ അവകാശമുണ്ട്. അവൻ മരിച്ചുപോയാൽ അവന്റെ സ്വത്തിൽ ഇവൾക്കും അവകാശമുണ്ട്. കാരണം കഴിയുന്നത് വരെ എന്താകുന്നില്ല, ബന്ധം വേർപെടുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവൾ പ്രസവിക്കുന്നതോടുകൂടി കഴിയുന്നു. പക്ഷേ ഇവൾക്ക് 2 കുട്ടികൾ പള്ളയിലുണ്ട്. ഒന്നിനെ പ്രസവിച്ചു, അടുത്തതിനെ പ്രസവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാൾ മരിച്ചുപോയാല്, അടുത്തതിനെ പ്രസവിക്കുന്നതിന് മുമ്പാണ് ഇയാൾ മരിക്കുന്നതെങ്കിൽ ആ സ്വത്ത് ഇവൾക്ക് കിട്ടും. പ്രസവം പൂർണ്ണമായ ശേഷമാണെങ്കിൽ ഇവൾക്ക് കിട്ടൂല. നിയമം എന്ന് പറയുമ്പോൾ നിയമമാണ്, അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, കൃത്യമാണ് നിയമം. അതുകൊണ്ടാണ് പൂർണ്ണമായും പ്രസവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രസവിക്കാന്നല്ലേ പറയുള്ളൂ, ഈ പൂർണ്ണമായ പ്രസവം. അപ്പോ കാലത്ത് ഇവൻ മരിച്ചാൽ ഇവൾക്കും, ഇവൾ മരിച്ചാൽ ഇപ്പൊ ഒരു 4 പെണ്ണുള്ള ഒരാളാണ്, 4 വരെ കെട്ടാലോ. ഇതൊരു പുതിയ അറിവാ, നിങ്ങളെ സമ്മതമാണോ? സമ്മതമാണോ? അപ്പൊ 4 വേണ്ട. ഈ 4 കെട്ടിയതിൽ ഒന്നിനെയാണ് തലാക്കില്ലെന്ന് വിചാരിക്കുക. കഴിയുന്നതിന്റെ അടുത്ത് ഇയാൾക്ക് വേറെ കല്യാണിക്കാൻ പാടില്ല. കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എണ്ണം. ഇല്ലെങ്കിൽ അത് 5ാമത്തതായിട്ട് എണ്ണ പോകും. കഴിഞ്ഞാൽ അപ്പം എന്തായി, 3 എണ്ണായി. അപ്പൊ ഒന്നുകൂടി കണക്കിൽ. അപ്പോ ഇങ്ങനെ ഒരു തലാക്ക് ചൊല്ലി കാലം കഴിഞ്ഞു, അവൾക്ക് വേറെ വിവാഹം ആലോചിക്കാം. കഴിഞ്ഞാൽ അവൾക്ക് വേറെ വിവാഹം ആലോചിക്കാം. നമ്മുടെ നാട്ടിലെ ഒരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉള്ളത്, 3 ചൊല്ലിയാലല്ലേ വേറെ കല്യാണം ആലോചിക്കാന്നാണ്. അങ്ങനല്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ 3 അങ്ങ് ചൊല്ലിയിട്ട്, ഇപ്പൊ ഇവിടെ മുത്തലാഖ് നിരോധിച്ചോട് കൂടിയിട്ട് പിന്നെ 3 ഡേറ്റ് ഇട്ടിട്ട് എന്തിനങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഒരു തലാഖിൽ തന്നെ ബന്ധം വേർപെട്ടു. പിന്നെ ഇവൾക്ക് വേറെ വിവാഹം ആലോചിക്കാവുന്നതാണ്, ഇവനും വേറെ വിവാഹം ആലോചിക്കാവുന്നതാണ്. ഇവന് വേറെ പെണ്ണില്ലെങ്കിൽ അല്ലാതെ തന്നെ വിവാഹം ആലോചിക്കാം, കഴിയാൻ തന്നെ. അതല്ല, ഈ പറഞ്ഞ പോലെ 4 പെണ്ണുള്ള ഒരാളാണെങ്കിൽ കഴിഞ്ഞതിന്റെ ശേഷം അവനും പറ്റും, അവളുടെ കഴിഞ്ഞതിന്റെ ശേഷം. അല്ല, അവന് വേറെ പെണ്ണൊന്നുമില്ല, അല്ലെങ്കിൽ 3 പെണ്ണുള്ളൂ എങ്കിൽ ഇവളുടെ കഴിയാനൊന്നും കാത്തിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ അവനും വേറെ കല്യാണം കഴിക്കാം, ഇവൾക്കും വേറെ കല്യാണം കഴിക്കാം. ഇനി ഇവളെ തന്നെ അവന് കല്യാണം കഴിക്കാം. മനസ്സിലാവാത്തവർക്ക് വെച്ച് നിങ്ങൾ പറയണം. ഈ ആള് എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന പെണ്ണിനെ തലാക്ക് 3 ശുദ്ധികാലം കഴിഞ്ഞു, കഴിഞ്ഞു, വിവാഹബന്ധം വേർപെട്ടു. അങ്ങനെ ഓളതായിട്ട് ജീവിക്കുന്നു, ഓനോനായിട്ട് ജീവിക്കുന്നു. ഓക്ക് വേറെ വിവാഹാലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവന് തോന്നാണ്, കണ്ടില്ലേ ഓളെ തന്നെ നല്ലായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കിരികിലൊക്കെ ഉണ്ടെങ്കിലും എന്താണ് ഒത്തൊപ്പിച്ച് പോവാ എന്ന് പുനരാലോചന തോന്നിയാൽ ഖുർആൻ പ്രത്യേകം പറയുന്നു, അത് നിങ്ങൾ മുടക്കരുത്. പള്ളി കമ്മിറ്റിക്കാരോട്, രക്ഷിതാക്കളോട്, നാട്ടുമധ്യസ്ഥന്മാരോട് ഖുർആൻ പറയാണ്, നിങ്ങളത് മുടക്കരുത്. നമ്മളെന്താ ചെയ്യാ, ഓളോട് ഉൾക്കൊണ്ട് എനിക്ക് ഇതൊന്നും കിട്ടിയ പോലെ ഇനി ചെയ്യാനൊക്കെ അങ്ങനെ ചോദിക്കരുത്. ഓന് വേണം തോന്നിയാൽ വിവാഹം ചെയ്യാം, അവൾക്ക് അതിൽ നിൽക്കാം, വേണ്ടെന്ന് പറയാം. അങ്ങനെ വിവാഹം ചെയ്യുമ്പോൾ 2 സാക്ഷികൾ വേണം, മഹർ വേണം, നിക്കാഹ് വേണം. അങ്ങനെ ഇവളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കയ്യിൽ എത്ര തലാക്കാണ് ബാക്കിയുള്ളത്?
2 തലാക്ക് ബാക്കിയുണ്ട്. കാരണം 1 കഴിഞ്ഞല്ലോ. അതേസമയം ഇവളെ തലാക്ക് ചൊല്ലി അയച്ചതിന്റെ ശേഷം അവളെ കല്യാണം കഴിഞ്ഞു വിചാരിക്കുക വേറൊരാളെ വെച്ച്, എന്നിട്ട് അയാൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അയാൾ മരിച്ചു പോവുകയോ ചെയ്താൽ അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ട് ഇവൻ തന്നെ കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ കയ്യിൽ വീണ്ടും 3 തലാക്ക് ബാക്കിയുണ്ട്. മനസ്സിലായോ? ആദ്യത്തെ കല്യാണം പോലെ ആയി. വേറെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണ് ഇയാൾ എന്നെ കല്യാണം കഴിച്ചെങ്കിൽ പിന്നെ 2 തലാക്കുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് മെനക്കെടണ്ട. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ബന്ധപ്പെട്ട ആളെടുത്ത് പോയാൽ മതി. പക്ഷെ പോകണം, അതിനാണിത് പറയണത്. മനസ്സിലായോ? ഈ കാര്യങ്ങൾ നമ്മള് വാശിപ്പുറത്തും ദേഷ്യം പിടിച്ചിട്ടും നമ്മളൊരു ഈഗോന്റെ മുകളിലും എന്തല്ലോ ചെയ്യരുത്. ഈ ക്ലാസ് അതിനാണ്. അതായത് ഇതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിന്റെ അതിരുകളാണ്, അവൻ ഉണ്ടാക്കിയ വിധിയാണ്. നിങ്ങള് എന്നെ വിളിച്ചു പോയിരുന്നോളി, പിന്നെ ബാക്കി നിങ്ങൾ ഇഷ്ടമുള്ളവർ ചെയ്തോളി എന്നുള്ളതല്ല രീതി. അപ്പൊ വളരെ കണിശമായും കൃത്യമായും ഉള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചേ ചെയ്യാവൂ. ഇപ്പോഴാണ് അള്ളാഹു ഉണ്ടാവുക, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവുക. അപ്പൊ നമ്മളുടേതായ ഒരു ഈഗോ, നമ്മളുടേതായ ചില വാശി ഒക്കെ ഉണ്ടാവുമല്ലോ. ആ വാശിപ്പുറത്ത് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് ഹറാമായി പോകും. കള്ളുടിക്കലും പന്നിയിറച്ചിന്നലും മാത്രമല്ല ഹറാം. അപ്പൊ കണിശമായ ഇത്തരം നിയമങ്ങൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലംഘനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതിനാണ് ഇത് പറയുന്നത്. അപ്പൊ ഇനി ഒരാൾ 3 തലാഖ് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായി വിചാരിക്കുക. ഒരിക്കൽ ചൊല്ലി തിരിച്ചെടുത്തു, വീണ്ടും ചൊല്ലി തിരിച്ചെടുത്തു, വീണ്ടും ചൊല്ലിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. അതാണ് നേരത്തെ പറഞ്ഞത്. കാരണം ഇതൊരു കളിതമാശയായിട്ട് ചെയ്യേണ്ട കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. ഇനി അങ്ങനെ അഥവാ ഒരാൾ 3ാമത്തതിലേക്കും പ്രവേശിച്ചാൽ പിന്നെ വളരെ സ്വാഭാവികമായി ഉള്ള കല്യാണം നടക്കണം, ചടങ്ങ് പറ്റൂല. ആ കല്യാണത്തിലും ഇപ്പറഞ്ഞതുപോലെ ഉപദേശവും കിടപ്പറമാറിക്കിടക്കലും മടിയും മധ്യസ്ഥവും പിന്നെ 1ാമത്തെ തലാഖും ഇദ്ദയും ഒക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂ? വീണ്ടും ഇയാൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് തലാഖ് എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധികാലത്തല്ലാതെ ഒരാൾ തലാഖ് ചൊല്ലിയാൽ അത് എന്തല്ല, നല്ല തലാഖല്ല, പക്ഷെ തലാഖാവും. തലാഖായി തിരിച്ചെടുക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ. അപ്പൊ നിങ്ങളെന്തോ ചോദിച്ചല്ലോ, 2 തലാഖ് എന്താ പറഞ്ഞത്? നിങ്ങൾ നേരത്തെ ചോദിച്ചത് അതെന്താണ്? ബാഹിനായ അത് ചോദിക്കുന്നോടി. റജഇയായ തലാഖ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാവുന്ന തലാഖ്. അപ്പൊ ഒരാള് ഒരു തലാഖ് ചൊല്ലിയാൽ എന്താണത്? തിരിച്ചെടുക്കാവുന്ന തലാഖ്. ഏതാ? അതെ, അത് അറബികൾ ആവർത്തിച്ചു, അത് ഇസ്ലാം നിയന്ത്രിച്ചു. അങ്ങനെ പറ്റൂല. അത്വലാഖ് മർറതാൻ, അതാണ് ആയത്ത്. ഇങ്ങനെ റജഇയായ തലാഖ് 2 പ്രാവശ്യമേ ഉള്ളൂ. നിങ്ങളത് ആളെ ബുദ്ധിമുട്ടാക്കരുത്, പെണ്ണുങ്ങളൊക്കെ കളിപ്പിക്കരുത്. അവരെന്ത് ചെയ്തു? തലാഖല്ലോ, തലാഖല്ലേ പിന്നെയും തിരിച്ചു, പിന്നെയും തലാഖ്. അപ്പൊ ഇവൾക്ക് ഒരു ജീവിതമല്ല. അതാണ് ഇസ്ലാം ഇടപെട്ടിട്ട് പറയുന്നത്. അങ്ങനെയില്ല. തലാഖ് മർറതാൻ, തിരിച്ചെടുക്കാവുന്ന തലാഖ് 2 പ്രാവശ്യമേ ഉള്ളൂ. പിന്നെയും ചെല്ല തിരിച്ചെടുക്ക. അതാണ് ബായിനായ തലാഖ്. ബായിനായ തലാഖ് എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത തലാഖ്. തലാഖിന് നിക്കാഹിനെ പോലെ സാക്ഷികൾ വേണം എന്നത് പിന്നെ ഒരു വ്യവസ്ഥയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ വേണ്ട എന്ന അഭിപ്രായം ഉണ്ട്. വേണ്ടെന്ന അഭിപ്രായം പറയാനുള്ള കാരണം, നമ്മളിപ്പോ അയാൾ സ്വന്തം ചെയ്യേണ്ട ഒരു കാര്യമാണുള്ളത്. അതിന് അയാളോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? ഇനി അദ്ദേഹത്തിന് അഥവാ സാക്ഷിയില്ലെങ്കിൽ ഒന്നുകൂടി ചെല്ലിയാല്
അതൊക്കെ കഴിഞ്ഞ് ഒരാള് തലാക്ക് കഴിഞ്ഞ് ഇപ്പൊ നമ്മളാരോട് പറയാണ് ഇതിന് സാക്ഷിയൊന്നുമില്ല പറ്റില്ല പറഞ്ഞാല് നമ്മൾ കൂടി ഉണ്ടാവുക അയാളോട് ചൊല്ലിയാൽ അതോടുകൂടി സാക്ഷിയായി. അപ്പൊ അതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് കഥയില്ല. പക്ഷേ തലാക്കിനും സാക്ഷി ഉണ്ടാവണം. രണ്ട് സാക്ഷികളുടെ രീതിയിൽ. അപ്പൊ നേർക്ക് നേരെ അവളോട് പറയാം, ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ ഒക്കെ ചെയ്യാം, കത്ത് അയച്ചു പറയാം. ഇവന്റെ വീട്ടിൽ ഇവള് നിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് തലാക്കിന് മുമ്പേ തന്നെ ഓന്റെ വീട്ടിലാണെങ്കിലല്ലേ. നമ്മളെ ടൗണിലൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ് എല്ലാം കഴിഞ്ഞ മുതലേ നിൽക്കുന്നത്. അപ്പൊ തലാഖില്ല പിന്നെ എന്ത് ചെയ്യും? തലാഖില്ല കഴിഞ്ഞാൽ പിന്നെ പിയാപ്പിളാള് നിർത്തുവോ? ഇല്ല, ഓളോളം വരെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതേസമയം സാധാരണ നിലയിൽ ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ നിൽക്കേണ്ടത്. അപ്പോഴാണ് തലാഖ് ചൊല്ലിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഇവനെ ഓള വീട്ടിലാണ് കല്യാണം മുതൽ നിൽക്കണമെങ്കിൽ പിന്നെ തലാഖ് ഇല്ലാലും പിയാപ്പിളാറുകൾ നിർത്തും. അത് വേറൊരു സിസ്റ്റം. ശരി, ഇത്രയുമാണ് നമ്മുടെ തൊലാഖുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, അല്ലെ? ഇത്തരം സംഗതികളൊക്കെ വേറെ നിയമങ്ങളാണ്. തൊലാഖിലോ ഫുൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പെണ്ണ് പുരുഷന് പ്രതിഫലം കൊടുത്ത് പിരിയുന്നതിനാണ്. ഓനെ ഒഴിവാക്കാൻ താല്പര്യമില്ല, ഓൾക്ക് ഒഴിവാക്കാം. അപ്പൊ ഓളോനോട് പറയുമ്പോ സ്വാഭാവികമായിട്ടും ഓൻ പറയും ഞാൻ എന്ത് ചെയ്യില്ല, ഒഴിവാക്കൂല. കാരണം എനിക്കിനിപ്പോ പിന്നെ ഞാനൊക്കെ തന്നെ മാറുന്നു, കല്യാണമൊക്കെ നടത്തി, അതിന് വലിയ ചെലവാണ്, ഈ വേറെ കൊണ്ടിട്ടാണ് എന്റെ അടുത്ത് മാറുന്നുള്ള പൈസയൊന്നുമില്ല എന്ന് പറയുമ്പോ ഓള് പറയാണ് നിങ്ങളൊന്നും ഒഴിവായി തന്നാൽ നിങ്ങൾക്ക് മാറുന്ന പൈസ കല്യാണം എന്ത് വേണമെങ്കിൽ ഞാൻ തരാം എന്നുള്ളൂ. അപ്പോ ഓള് ഓനെ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനാണ് കൊടുക്കുന്നത്. ഈ ഹുൽഇൽ ഒഴികെ ബാക്കി വിവാഹമോചനത്തിലൊക്കെ പെണ്ണിനാണ് പൈസ. പെണ്ണിന് പൈസ കിട്ടുന്ന സംഗതിയാണ് തലാഖാണെങ്കിലും മറ്റു സംഗതിയാണെങ്കിലും. അപ്പോ ഇവൾക്ക് മത്താറ് കിട്ടും, വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഗതി. പരസ്പര ധാരണയിൽ അത് പെടുത്തിയാൽ മതി, ഭാരതത്തിൽ ധാരണയിൽപ്പെടുത്തിയാൽ മതി. പരസ്പര ധാരണയാണ്. ആ ധാരണയിൽ അത് ഉണ്ടായാൽ മതി. ആ പരസ്പര ധാരണയാണ്, അതിൽ സംഘർഷമല്ല. ഇതിലൊന്നും സംഘർഷമല്ല. സംഘർഷം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വളരെ മാന്യമായിട്ടാണ് പിരിയാൻ പറഞ്ഞത്, മാറും. കാരണം രണ്ടാളുകൾ തമ്മിൽ യോജിക്കുന്നില്ല, എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പല്ല് വർഷ ഡോക്ടറെ നമ്മൾ തല്ലൂലല്ലോ, ഫീസ് കൊടുക്കുക. കാരണം ഈ വേദന സഹിക്കുണ്ടല്ലോ, ഇയാള് വലിയൊരു ഉപകാരം. ശരി, അതേ സമയത്ത് നമ്മളെ അടിച്ചു പല്ല് പോയിക്കാൻ ആരെങ്കിലും വന്നാലോ നമ്മളേക്ക് ഫീസല്ല കൊടുക്കുക. അതന്നെ എന്റെ സംഗതി. സംഘർഷമല്ല, മാന്യമായി വീണ്ടും കണ്ടാൽ ഒന്ന് മിണ്ടാൻ, അല്ലെങ്കിൽ ഒന്ന് സലാം പറയാൻ. ഖുർആൻ ക്ലാസ്സിനൊക്കെ ഒരേ ഖുർആൻ ക്ലാസ്സിന് രണ്ടാൾക്കും വരാം, മുൻ ഭാര്യക്കും മുൻ ഭർത്താവിനൊക്കെ വരാം. മക്കളുടെ കല്യാണത്തിന് രണ്ടാൾക്കും പങ്കെടുക്കാം, അല്ലേ? ഇവളുടെ ആദ്യ ഭാര്യയുടെ ഉമ്മനെയും വാപ്പനെയും കാണാൻ അയാൾക്ക് പോകാം, അല്ലെങ്കിൽ ആദ്യ ഭർത്താവിന്റെ ഉമ്മനെയും വാപ്പനെയും കാണാൻ പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ബന്ധം നമ്മളൊന്നും പിരിയും. ഓക്കെ, എന്താ പ്രശ്നം? അതായത് പിന്നാണ് വാക്യം. ആളുകളെ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പലതും വിളിച്ചു പറയും, പിന്നെ എന്നിട്ട് വീണ്ടും ഒന്ന് ജീവിക്കും. അതൊക്കെ ഒരു ഹറാമായ ബന്ധമാണ്. കാരണം ഇതിനൊക്കെ ഈ
ഇസ്ലാം ഇതിനൊക്കെ ഒരു ഗൗരവത്തിലാണ് കാണുന്നത്. കുട്ടികളെ വെച്ചല്ല ഇതിനെ കാണുന്നത്. നെയ്യത്തില്ലാതെ ചെയ്യാന്ന് പറയുന്നതിന്റെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതിൽ അല്ല, പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരാള് തലാഖ് ചെല്ലും, അത് ക്ലെയിം ചെയ്യാൻ നേരത്തെ ഇയാള് പറയണേ ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ വെച്ചാൽ അത് പിടിക്കാം? മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിൽ തമാശല്ല. നിക്കാഹിലും തൊലാഖിലും തമാശല്ല. നിക്കാഹിന്റെതും അങ്ങനെ തന്നെയാണ്. ഒരാൾ എന്റെ മോളെ ഞാൻ കല്യാണം ചെയ്തു എന്ന് പറഞ്ഞു, മറ്റൊരാൾ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു, രണ്ട് സാക്ഷിയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ആ വെറുതെ പറഞ്ഞിരുന്നത് വെറുതെ പറഞ്ഞ കാര്യമില്ല. തമാശ പറഞ്ഞാലും അതെന്താണ്? അതൊന്നേ കണക്കാക്കും. അതുകൊണ്ടാ വെച്ചാൽ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ, ഒരു വാക്കിലാണല്ലോ നമ്മുടെ ബന്ധം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇയാള് ദേഷ്യം പിടിച്ചിട്ട് തലാക്ക് മാത്രമല്ലല്ലോ പിന്നെ പറയാം. ഇയാൾക്ക് ദേഷ്യം പിടിച്ച് ഇയാളെ മോളെ വേറെ ഒരുത്തനോട് ദേഷ്യം പിടിച്ചിട്ടോ കള്ളുടിച്ചിട്ടോ പറയാലോ. കള്ളുടിച്ച് ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പൊ അന്നേരം ഒരുത്തം വരുന്നു. അപ്പൊ അവനോട് എന്റെ മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാല് അപ്പൊ വാക്കിൽ തന്നെയാണ് പ്രധാനം. വാക്കിന്റെ വിലയാണ് നിക്കാഹിന്റെയും തലാഖിന്റെയും വലിയ പാഠം. നാവ് നന്നായിട്ട് ഉപയോഗിക്കണം. അതെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇതൊക്കെ നിയമമാണ്. ഈ നിയമം അനുസരിച്ചാണ് പോകേണ്ടത്. ഈ നിയമം അനുസരിച്ച് പോകുന്നവർക്കാണ് ഇസ്ലാമിക ശരീരത്തെ അംഗീകരിക്കാൻ പറയുന്നത്. തലാഖിന്റെ വാക്ക് വളരെ ഗുരുതരമാണ്. അതേസമയത്ത് ദേഷ്യം പിടിച്ച് എന്റെ പോലെ പോയിക്കോ, എനിക്ക് എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞാലൊന്നും തലാഖാവൂല. അതാവൂല. ഇല്ല, അതല്ല ആവുക. അവിടെയാണ് ശ്രദ്ധിക്കണം. അതായത് ഖുർആനിൽ ഇതിനു വേണ്ടി പ്രയോഗിച്ച 3 വാക്കുകളുണ്ട്. ഒന്ന് ത്വലാഖ്, ഒന്ന് ഫിറാഖ്, ഒന്ന് സിറാഖ്. ഈ വാക്ക് തമാശയായിട്ട് പറയും. അത് ഖുർആനിൽ വിവാഹമോചനത്തിന് വേണ്ടി പ്രയോഗിച്ച 3 പദങ്ങളാണ്. അപ്പൊ കർമ്മശാസ്ത്രകാരന്മാർ അതിൽ നിന്നാണ് പറയുന്നത്, ഈ 3 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ വിവാഹമോചനം ചെയ്താൽ അതിൽ തമാശയില്ല, അത് തലാഖാവും. അതില് ഞാൻ കള്ളുടിച്ചപ്പോ പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല, ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞാൽ കാര്യമില്ല. അതേസമയത്ത് ഒരാൾ ദേഷ്യം പിടിച്ചിട്ട് കള്ളൊന്നും കുടിക്കാൻ തന്നെ ദേഷ്യം പിടിച്ചിട്ട് ഈ പോലെ പോയിക്കോ, എനിക്ക് തന്നെ വേണ്ട, ഞാനിനി എന്റെ അടുത്ത് വരൂല, അല്ലെങ്കിൽ ഞാനില്ലായിട്ടൊരു ബന്ധവുമില്ല എന്നൊന്നും പറയുന്നത് കൊണ്ട് തലാഖാവൂല. അങ്ങനെ പറയുന്നതും തലാഖാവും നീയത്തുണ്ടെങ്കിൽ. അവിടെ നീയത്ത് പ്രധാനമാണ്. ഇടപെടുന്ന ആളുകൾ ആരായിരിക്കണം എന്നതിനും ദീനിൽ വളരെ കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇടപെടുക എന്ന് പറയുന്നത് ആരാണ് ചെയ്യുക? ഒന്നുകിൽ ഖാദിയാണ് ചെയ്യുക, അതൊരു ചെറിയ പണിയല്ല. അല്ലെങ്കിൽ ഭരണാധികാരിയാണ് ചെയ്യുക. ഇസ്ലാമിൽ അതും ഒരു പദവിയല്ല. അതുകൊണ്ടല്ലേ ഉമർ ഖാൻ പറഞ്ഞത്, നിങ്ങള് ആലോചിച്ച് തീരുമാനിച്ചോളി, ആലോചിക്കണേ എന്റെ മോനെ കൂട്ടിക്കോളി, പക്ഷെ എന്റെ മോനെ ഒരിക്കലും ഖലീഫാക്കരുത്. ഉമറിന്റെ കുടുംബത്തിന് ആവശ്യത്തിനുള്ളതൊക്കെ പായിട്ട് എന്ത് ഖലീഫ എന്നുള്ളതൊക്കെ ഉമർ തന്നെ മതി. അസാദിന്റെ കുടുംബത്തിൽ ഇനി വേണ്ട, വേറെ ആളായിക്കോളി. കാരണം ഒരാൾ ഭരണാധികാരിയാവുക എന്ന് പറയുന്നത്, ഒരു ചുമതലക്കാരനാവുക എന്ന് പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്വമാണ്. മഹല്ല് പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാല് പള്ളിയിലെ ഫാനും പൈപ്പും സാധനവും മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് ഇതെല്ലാം അവരുടെ ചുമതലയാണ്. ആ ചുമതലയിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ കളിതമാശയൊക്കെ അങ്ങനെ മാറും. കാരണം ആളുകളുടെ ജീവിതം കൊണ്ടാണല്ലോ കൈകാര്യം. അറിഞ്ഞുകൂടാന്നുള്ളത് എന്തല്ല, നിയമത്തില് എക്സ്ക്യൂസ്. ഒരു ഒരുത്തെ ഹെൽമെറ്റ് കണ്ടു പിടിച്ച്, എനിക്ക് അറിഞ്ഞൂടെ സാറേ, അതിപ്പോ ഈ ഹെൽമെറ്റിന്റെ പരിപാടി ശരി എനിക്ക് അറിയില്ലല്ലോ, എന്താ ചോദിക്കുക? അങ്ങനെയാ
അറിയൽ ആരെ ബാധ്യതയാ? അല്ലാത്ത വണ്ടി പിടിക്കരുത്. അപ്പൊ അതുകൊണ്ട് അറിവില്ല എന്നുള്ളത് ഇന്ന് എക്സ്ക്യൂസ് ആണ്. നിങ്ങൾ പഠിക്കുക വേണ്ടത്. നിങ്ങളിതിലൊക്കെ മനസ്സിലാക്കേണ്ടത് കല്യാണം കഴിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് വിവാഹ ജീവിതത്തെ കുറിച്ചും പരസ്പരം പറയേണ്ടതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അതൊരു ക്ലാസ് എടുത്തിട്ട് ഏതോ കൗൺസിലർ കൊണ്ടുവന്നിട്ട് ഒരു കൃത്യമായിട്ട് അവർക്ക് കോഴ്സ് നടത്തി പഠിപ്പിച്ചു. എന്തൊക്കെ പറയാം, എന്തൊക്കെ പറഞ്ഞൂടാ, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ. അല്ല, അത് ശരിക്കും വേണ്ടതാണ്. അത് വിവാഹിതർക്ക് ഈ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗും നടത്താം. വളരെ ഗൗരവപ്പെട്ട വിഷയം. ചില ബന്ധങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാള് ഈ വീരല്ലാണ്ട് ഒരാള് പിന്നെ തലാഖിന്റെ കൂടെ പിന്നെയും കഴിയണമെങ്കിൽ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അതിലുണ്ടാകുന്ന മക്കളെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പ്രശ്നമല്ലേ? അനന്തര സ്വത്ത് പ്രശ്നമല്ലേ? അനന്തര സ്വത്ത് പ്രശ്നമാണ്. യുദ്ധം കഴിയുന്നതിന് മുമ്പ് വേറെ കല്യാണാലോചന നടന്നു, വേറെ കല്യാണം നടന്നാൽ ഈ അനന്തരാവകാശത്തിലൊക്കെ പ്രശ്നമാണ്. ഒരുപാട് വിഷയങ്ങൾ അതിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാനാണ് വേണ്ടത്. അത് പഠിച്ച് തന്നെ ചെയ്യണം. ഇതേപോലെ തന്നെയുള്ള വിഷയമാണ് അനന്തരാവകാശ നിയമം. മനുഷ്യന്മാരതും വെച്ചിട്ട് തോന്നിയ കളി കളിക്കാൻ. അപ്പൊ അതിലും വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ മഹർ ആർക്ക് അവകാശപ്പെട്ടതാണ്? മഹർ പെണ്ണിന് അവകാശം. തിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് അവകാശപ്പെട്ടതാണ് മഹർ. മഹർ പെണ്ണിന് കിട്ടിയ മഹറാണ്. വലിയ അത് പിന്നെ ഓളെ സ്വത്ത് ഓൾക്ക് ചെയ്യും. ഓൾക്കിപ്പോ ഒരു സ്വത്ത് കിട്ടി, 10 പവന് ഓൾക്ക് കിട്ടി. ഓള് അത് മക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കാം, ഭർത്താവിന് കൊടുക്കാം, അതിന് കുഴപ്പം. പക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ അള്ളാഹു അലീം ഹബീർ, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ രക്ഷയിലായിട്ട് ഓള് ഊഹിത്തന്നാണെങ്കിൽ അത് ഓള് കൊടുത്തതായിട്ട് പറയാൻ പറ്റൂല. സ്നേഹം നൽകണോ? അല്ല, ബന്ധം പിരിയാൻ പറ്റില്ല. ബന്ധം പിരിയുന്നിടത്തുള്ള കൊടുക്കല് ഇതിന് ബാധ്യതകളുണ്ട്, നിയമങ്ങളുണ്ട്. എന്താണ് ക്ലിയർ ആയി? അതിന് കുഴപ്പമില്ല. അങ്ങനെ പറയാറുണ്ട് അധികം ആൾക്കാർ. ഓന്റെ ഒന്നും വേണ്ട അവിടെ എന്നൊക്കെ പറയാം. പക്ഷെ പറയേണ്ട കാര്യമില്ല. അത് ഓന്റെതല്ല, അത് ഓടതാണ്. അത് ഓന്റെതല്ല ശരിക്കും. അപ്പൊ ഓന്റെതൊന്നും വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹു വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി.